ഹായ് എവറി വൺ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ ഇന്ന് പോകുന്നത് മാർക്ക് ആൻഡ് സേവിലോട്ടാണ്. നമ്മളോട് ഒരാൾ പറഞ്ഞു മാർക്ക് ആൻഡ് സേവിൽ നല്ല ഓഫറും പ്രൈസ് കുറവായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന്. നമ്മൾ ഇത്ര നാൾ പോകുന്നത് ഗ്രാൻഡിലാണ്. അതിനെ അപേക്ഷിച്ച് മാർക്ക് ആൻഡ് സേവിൽ നല്ല വിലക്കുറവുണ്ടെന്ന് പറഞ്ഞു. മഹേഷ് താഴെ വെയിറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് കയറി അങ്ങനെ ഞങ്ങൾ പോകുവാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് പോകേണ്ടത് മാർക്ക് ആൻഡ് സേവിലോട്ടാണ്. ഞങ്ങൾ ഇവിടെ സത്യം പറഞ്ഞാൽ ടാക്സി ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. മഹേഷ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓസിന് പോകാം. അതുകൊണ്ട് നമ്മളിപ്പം കൂടുതലും മഹേഷിനെയാണ് വിളിക്കേണ്ടത്. പൈസ വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി കാറേ ഇരുന്ന് ഒരു റീൽസൊക്കെ എടുക്കാമെന്ന് കരുതി. എൻ്റെ പിരകം കണ്ട് ഇവർ ചിരിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ മാർക്ക് ആൻഡ് സേവിൽ വന്നു. ഹിൽസിനൊക്കെയാണ് വെജിറ്റബിൾസൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചു. കാര്യം പറഞ്ഞാൽ നല്ല വിലക്കുറവുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ളൊരു ബക്കാലയിൽ നിന്നായിരുന്നു സംടൈംസ് വെജിറ്റബിൾസൊക്കെ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 KD 6 KD ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഫിൽസിനാണ് 500 ഫിൽസിനാണ് ഇതെല്ലാം മേടിച്ചത്. നല്ല ലാഭമാണ്. കുവൈറ്റിലുള്ളവർ വല്ലതും വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും. മസ്റ്റായിട്ട് ഞങ്ങൾ പോയത് ഒരു ഫ്രൈഡേ ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്ര അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി കുറേ വെജിറ്റബിൾസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാൻ പോവാണ്. റൂമിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ലെമൺ മസ്റ്റായിട്ട് മേടിക്കണമെന്ന്. കാരണം എനിക്ക് പിക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഫുഡ് കഴിക്കുവാണെങ്കിൽ കുറച്ച് പിക്കിളുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് മസ്റ്റായിട്ട് ലെമൺ മേടിക്കണം, കുറച്ച് അച്ചാറിട്ട് വെക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടുത്തെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് ലുലുവിലോട്ടാണ്. അവിടെ കുറച്ച് നമുക്ക് പൊടി ഐറ്റംസ് പിന്നെ നമുക്ക് വേണ്ട ഷവർ ജെല്ലൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മഹേഷിൻ്റെ കാറിൽ വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ട് നേരെ നടന്നാണ് പോകുന്നത്. ഈ ഒരു ട്രോളി ഓരോ വെജിറ്റബിൾസിൻ്റെ ബോക്സിനും 500 ഫിൽസ് വെച്ചിട്ട് ആയിട്ടുള്ളായിരുന്നു. ടോട്ടൽ ഒരു 6 KD എങ്ങാണ്ടായി. നമ്മൾ അതിന് മാത്രം വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ അടുത്തുള്ളൊരു ബക്കാലെ പോയി സാധനം മേടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം പോലും മേടിച്ചിട്ടില്ല. പക്ഷേ 6 KD ആയിട്ടുണ്ട്. ഇതിപ്പോൾ ആ കാറിൻ്റെ ബാക്ക് ഫുള്ള് നിറഞ്ഞു. പിന്നെ നമ്മുടെ അതിൻ്റെ മുമ്പിലത്തെ സീറ്റ് വരെ നിറഞ്ഞു. സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു. ടോട്ടൽ 6 KD ആയിട്ടുണ്ട്. ഞാൻ പേരൊന്നും വായിച്ചില്ല. പക്ഷേ ഈ ഒരു മാളിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഡ്രസ്സിൻ്റെ ഒക്കെ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. കോഡ് സെറ്റ് കൊണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക്, ഐലൈനർ, മസ്കാര എല്ലാം ഫിൽസിനായിരുന്നു. നെയില് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല. ഒരു നെയിൽ പോളിഷ് മേടിച്ചു ഞാൻ, അല്ലാതെ വേറൊന്നും മേടിച്ചിട്ടില്ല. ഷൂസൊക്കെ ഫിൽസിനുണ്ടായിരുന്നു. 1 KD 2 KD എക്സെട്ര. പക്ഷേ ഞങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ താഴത്തെ ഫ്ലോറിൽ പോയിട്ട് കുറച്ച് പൊടി ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെയുള്ള പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഒരു നെയിൽ പോളിഷ് പിന്നെ നെയിൽ റിമൂവർ മാത്രം മേടിച്ചിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ അന്നേരം തന്നെ പറഞ്ഞു ഇനി അടുത്ത വരവ് ഇങ്ങോട്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. നല്ല അഫോർഡബിൾ ആയിട്ടാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. ഞങ്ങൾ മാക്സിമം ഇവിടെ നിന്നാണ് എല്ലാം മേടിച്ചിട്ടുള്ളത്. ഇനി കോസാറക്സിൻ്റെ ക്രീം മാത്രമാണ് ഇവിടുന്ന് കിട്ടാഞ്ഞത്. ആ ടൈമിലാണ് ഈ ഒരു കഴിക്കുന്ന സാധനം കണ്ട് അവിടുന്ന് 2 എണ്ണം തിന്നപ്പം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും കൂടി ഞങ്ങൾ കുറേ മേടിച്ചു. ഒത്തിരി ചോക്ലേറ്റ്സൊക്കെ കണ്ടു. അതൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചോക്ലേറ്റിൻ്റെ കാര്യമില്ല ഞങ്ങൾക്ക്. ഓൾറെഡി ഇവിടുന്ന് സ്കൂളിൽ നിന്ന് ഒത്തിരി ചോക്ലേറ്റൊക്കെ കിട്ടുന്നുണ്ട്. ബോഡി വാഷ്, സ്ക്രബ്ബ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കണ്ടു. ഇതെല്ലാം മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പൈസ അതിനെ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പർച്ചേസിങ്ങും ഇവിടുത്തെ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഫഹിലോട്ടാണ്. അങ്ങനെ മഹേഷിനെ വിളിച്ചു. മഹേഷ് വന്നു എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങളിനി ഫഹിലോട്ട് പോവാണ്. പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് കോസാറക്സിൻ്റെ സിറം മേടിക്കണം. അത് കിട്ടിയില്ലെങ്കിൽ നല്ല സങ്കടമായിരിക്കും. കാരണം ഞാൻ ആഗ്രഹിച്ച് പോകുന്നു. ഇതുപോലെ വേറൊരു ദിവസം ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു മേടിക്കണമെന്ന്. പക്ഷെ എനിക്ക് നടന്നിട്ടില്ല. എന്തായാലും എന്നായാലും മേടിക്കണം എന്നുള്ളൊരു വാശി കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ കാറിൽ കയറി പോകുവാണ്. സത്യം പറഞ്ഞാൽ
ഞങ്ങൾ ഫഹേലും ഒക്കെ പോകണമെങ്കിൽ നല്ല ദൂരമാണ്. എനിക്കൊന്നൊരു ½ എടുക്കും. അപ്പം അത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ മഹേഷ് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം അവൻ കൊണ്ടുപോകുന്നുള്ളതുകൊണ്ട് ഞങ്ങളങ്ങ് സുഖത്തെ പോകുന്നത്. അല്ലെ ഞങ്ങളിങ്ങനെ പോകത്തൊന്നുമില്ല. പിന്നെ നല്ലൊരാളാണ് മഹേഷ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ താളത്തിനൊത്ത് ആരും തുള്ളത്തില്ല. അപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. മഹേഷിന് കൊടുക്കാമെന്ന് കരുതി എടുത്തതാണ്. മഹേഷ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്തിനാ ഇനി കൊടുക്കുന്നതെന്ന് ഓർത്ത് നമ്മളതെല്ലാം കഴിച്ചു. കൂടെയുള്ളവർക്ക് മണി എക്സ്ചേഞ്ചിൽ ഒന്ന് കയറണമായിരുന്നു, അതുകൊണ്ട് അവിടെയും കയറി. 7 മണിക്കുള്ളിൽ എന്തായാലും ഞങ്ങളുടെ ഷോപ്പിംഗ് തീർക്കണം. ഇന്നത്തേക്കെത്തുള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ